ഞാൻ വിളിക്കാം കേട്ടോ. ഇങ്ങനെ കൂട്ടല്ലേ, ആ കൊളസ്ട്രോള് തരും. ശരി ശരി കൂടെ അതിന്റെ മരുന്ന് കഴിക്കുന്നു. ഞാൻ വിളിക്കാം. ഓ ബാ, ചൂട് പൊട്ടും തണുത്ത് പപ്പടം നല്ല കോമ്പിനേഷനാണ്. ഒന്ന് നിർത്തിക്കേ. ചെറിയൊരു ഗ്യാപ്പ് തന്നെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിന് മറുപടി പറയണം. അതൊന്ന് വിഴുങ്ങ്. ഇവിടെ ഹാർഡ്വെയർ കട നടത്തുന്ന അഷ്റഫിൻ്റെ നീ പൈസ മേടിച്ച? ഇല്ല, മച്ചമ്പെടുത്താര് പറഞ്ഞത്? ആരെ പറഞ്ഞു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നീ കാശ് മേടിച്ചോ ഇല്ലയോ? ആര് പൈസ മേടിച്ചോന്നിട്ട്? ഈ മഹാൻ ആണോ? ഇവിടെ ഹാർഡ്വെയർ കട നടത്തുന്ന അഷ്റഫിൻ്റെ അടുത്ത് പോയി പാർട്ടിയുടെ ആവശ്യം പാർട്ടി പേരും പറഞ്ഞ് കാശ് പിരിച്ചേക്കണം. അല്ല ചേട്ടതേ, അഷ്റഫിക്ക പാർട്ടിയുടെ ഒരു അനുഭാവി ആയതുകൊണ്ട് അതിലെ ഒരു സന്ദർശനം നടത്തിയപ്പം അയാൾ കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞ് പാർട്ടി ഫണ്ട് ഇട്ടേക്കാൻ. കള്ളത്തരം പറയരുത്. ഇപ്പൊ ഞാൻ അഷ്റഫിനെ വിളിക്കട്ടെ. വേണ്ട, അത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ എൻ്റെ ഈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറിക്കാൻ വേറൊരു വഴി കണ്ടില്ല. അത് വണ്ടിയിട്ടങ്ങ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നം. ഈ പാർട്ടിയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല, അങ്ങനെ ആരും ചെയ്യാറുമില്ല. എന്റെ ഡാഡി പാർട്ടി ഫണ്ടല്ലേ, അത് തിരിച്ചിട്ടങ്ങ് തീരുമല്ലേ. മറ്റേ പൈസ കൊടുക്കാതെ പൈസ പുറത്തെടുത്തിട്ട് തിരിച്ചിടണ പോലെ അല്ല പാർട്ടി ഫണ്ടിലോട്ട് തിരിച്ചിടണമെന്ന് പറയണത്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഞങ്ങൾ പാർട്ടി ഇല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും പലരിടത്തും പിരിക്കും. അതിന് അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് ഇത് ഒരു യോഗ്യത ഇല്ലാതെ ഇവൻ പോയി അങ്ങ് പിരിച്ചിരിക്കണം. അയാളുടെ മുമ്പിലൊക്കെ ഞങ്ങൾക്ക് ഒരു വിലയും നില ഉണ്ടേ. മറ്റേ ഞാൻ വേണേ പാർട്ടിയുടെ പേര് നെയ്യാറ്റിങ്കര ഒരു ബക്കറ്റ് പിരിവ് എടുത്തിട്ട് ആ ഫണ്ട് എടുത്ത് ഇതിനകത്തിടുമ്പോൾ. ഓ അത് ശരി. അപ്പം മഹാൻ അവിടെ ബക്കറ്റ് പിരിവ് നടത്താനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ടിയിലോട്ട് കാല് ഊന്നിയില്ല. നീ ഒരു കാര്യം അതിൻ്റെ ഒരു കുടുംബ പാർട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങ് നിങ്ങൾ ബക്കറ്റ് വരുമോ തൊട്ടിപ്പിരിവോ നടത്ത്. അവിടെ ഒന്നാമത് നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ പാർട്ടി മെമ്പർഷിപ്പ് കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഇതുവരെ തീരുമാനിച്ചില്ല. എന്തിനാണ് റൊണാൾഡോ ഈ കുടുംബത്തിനെ പറയിപ്പിക്കണ? പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേ. ആ പൈസ ചെലവായി പോയി. നീ ചെലവാക്കിയ പിന്നെ ചെലവഴിക്ക്. ഈ ചെലവഴിച്ചാൽ എന്ത് ചെയ്താലും മര്യാദ പൈസ തിരിച്ചു കൊടുത്തോളണം. മച്ചമ്മ ഇങ്ങനെ നടന്ന് ചൂടാവാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചൂടാവണം. അപ്പുക്കുട്ട സാർ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ്. എന്നെ ബാധിക്കും. ഞാൻ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞാനും ഒരു വളർന്നു വരുന്ന യുവ നേതാവല്ലേ, അപ്പൊ പാർട്ടി ഫണ്ട് പിരിക്കാനുള്ള യോഗ്യത എനിക്ക്. എടാ നീ വളരണ്ട. നിന്നെ വളർത്തൂല എങ്ങനെയാണെങ്കിൽ പാർട്ടി. ഈ പാർട്ടിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇത് ദൈവശക്തിയുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്കെതിരെ ആര് തെമ്മാടിത്തരം കാണിച്ചാലും അനുഭവിക്കും. ഈ അന്നത്തിന്റെ മുമ്പിലാണ് മച്ചമ്മ എന്നെ വിഷമിച്ചിറങ്ങിയിട്ട്. അതാണ് ഞങ്ങൾക്ക് വിഷമം. സമയാസമയം അന്നം തരണുണ്ട്, എന്നിട്ട് ഈ തെമ്മാടിത്തരം കാണിച്ച പിന്നെ അല്ലാതെ തമ്മ പുട്ടു വരുന്നില്ല തമ്മയ്ക്കാത്ത ദുഷ്ടൻ വിഷം അനുഭവിക്കണം. മുത്തേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടല്ലേ. അയ്യോ, അവൻ കഴിയണത് നോക്കി നിന്നാണ്ടല്ലോ. ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും അവൻ്റെ അടുത്തൊരു കാര്യം പറയാൻ പറ്റൂല. ഇതിപ്പോൾ കനകം പറഞ്ഞ പോലെ എനിക്ക് ഏണിയാണ്. യവനെ ഇവിടുന്ന് ഒതുക്കിയാലേ പറ്റൂ. ശരി, മേല് നോവിച്ചാലേ ഇവിടുന്ന് ഒതുങ്ങും. അതിനുള്ള പണി ചെയ്യാൻ ജൂഡ ശശിയാണ് എന്നെ വിളിക്കും. അതാണ് നല്ലത്. അല്ലേ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചാൽ അപ്പോൾ കൊണ്ട് സാർ അറിഞ്ഞോണ്ടല്ലോ എനിക്കാണ് അതിൻ്റെ കുഴപ്പം. ശശിയണ്ണ നമസ്കാരം. കൊണ്ടുണ്ട് പാർട്ടി ഇല്ലണ്ണ ഒരു ചെറിയൊരു കാര്യം, ഒരു കുഞ്ഞ് കൊട്ടേഷൻ, ഒരു വലിയൊരുത്തിന്. ആൾ ഡീറ്റെയിൽ ഞാൻ വാട്സാപ്പിൽ അയക്കാം.